നേരത്തെ സൂചിപ്പിച്ച ആ സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. വർഷം 2023. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്ന പേരിൽ ഒരു ED സമൻസ് വരികയാണ്. വർഷം 2023. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം വിവേക് കിരൺ എന്നതാണ് ED സമൻസിലെ ആവശ്യം. പക്ഷേ ഈ 2 വർഷം മുൻപ് കിട്ടിയ ആ ED സമൻസിൽ ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതായത് ആ സമൻസ് അനുസരിച്ച് ED ഓഫീസിൽ വിവേക് കിരൺ ഹാജരായില്ല. എന്തിനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ പേരിൽ ED ഒരു സമൻസ് അയച്ചത്? മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് ആ സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ എന്നതാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ പണം ചെലവഴിച്ചു എന്ന വിവരം കിട്ടിയതിന് പിന്നാലെയാണ് ഈ സമൻസ്. പിണറായി വിജയനും ജി കാർത്തികേയനും ദിലീപ് രാഹുലൻ പണം നൽകിയെന്ന് മൊഴിയുള്ളതായും ED വ്യക്തമാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ECIR-ലാണ് ഈ കാര്യങ്ങൾ ED വ്യക്തമാക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചിരിക്കുന്നത് ലാവ്ലിൻ കേസിലാണ്. ലാവ്ലിനിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി പണം ഈടാക്കി എന്നതാണ് ഈ സമൻസിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി ED ഓഫീസിൽ ഹാജരാകണമെന്ന ആവശ്യം ED സമൻസിലൂടെ അറിയിക്കുന്ന. വിശദാംശങ്ങൾ രാഗിൻ നൽകുന്നു കൊച്ചിയിൽ നിന്നും. രാഗിൻ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പങ്കുവയ്ക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 ED അയച്ച സമൻസ് അത് എന്തിന്റെ പേരിലായിരുന്നു? എന്ത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതായത് 2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതിനുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് എന്തിന് എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചത്. പക്ഷേ വളരെ സുപ്രധാനമായിട്ടുള്ള വിവരം ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരുന്നു ഈ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ തെളിവ് ശേഖരണവും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തുടക്കഘട്ടത്തിൽ പുരോഗമിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് UK-യിലെ വിദ്യാഭ്യാസ ചെലവിനുള്ള പണം ഈ ലാവ്ലിൻ കമ്പനിയുടെ ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന വ്യക്തി നൽകി എന്ന ഒരു മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് അയക്കാനുള്ള തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തത് എന്നതാണ് വ്യക്തമാകുന്നത്. ECIR എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് 2020. അതിനുശേഷമാണ് ഈ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ആ ECIR-ൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന വ്യക്തി ഈ ലാവ്ലിൻ കമ്പനിയുടെ മുൻ ഡയറക്ടറായിരുന്നു. ഈ കരാർ, അതായത് SNC ലാവ്ലിൻ കരാർ നടക്കുന്ന ഘട്ടത്തിൽ ഈ കമ്പനിക്ക് വേണ്ടി സാക്ഷിയായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ദിലീപ് രാഹുലൻ. ദിലീപ് രാഹുലന്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ പണം നൽകിക്കൊണ്ട് തന്റെ സ്ഥാപനത്തിന്റെയും ഇംഗിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു നയമെന്ന് ഈ മൊഴിയുള്ളതായി വ്യക്തമാക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൽ തന്നെ പറയുന്ന സുപ്രധാനമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഇതാണ്. ഇൻ ദിസ് മാനർ, അതായത് ഈ രീതിയിൽ, ഈ മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്ന ഈ രീതിയിൽ ശ്രീ ദിലീപ് ഹാഡ് പെയ്ഡ് ഹെവി എമൗണ്ട്സ് ടു ജി കാർത്തികേയൻ. അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയന് 95 പണം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യം ലേറ്റർ ഓൺ പെയ്ഡ് ഹെവി എമൗണ്ട്സ് ടു ശ്രീ പിണറായി വിജയൻ ഇൻ 1996 എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുന്ന കാര്യമാണ് ഈ വിവേകിനെ വിളിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ളത്. ഹി ഹാഡ് സ്പെൻഡ് ഹെവി എമൗണ്ട്സ് ടു, അതായത് ദിലീപ് രാഹുലൻ ഹാഡ് സ്പെൻഡ് ഹെവി amount for education of Sri Pinarayi Vijayan's son in UK എന്ന ഒരു വാചകം അതിലുണ്ട്, എന്നൊരു മൊഴി അതിലുണ്ട്. ECIR-ലും അക്കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ആ കേസ് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നതും വ്യക്തമാവുകയാണ്. അതിൽ പിന്നീട് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ED വൃത്തങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്.
ചെയ്യുന്നത്. ഇതിന്റെ ഈ ഒരു കേസ് എന്ന് പറയുന്നത് 2007 CBI രജിസ്റ്റർ ചെയ്യുന്ന കേസാണ് SNC ലാവ്ലിൻ. അതിനുശേഷം 2009 കുറ്റപത്രം കൊടുക്കുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം കൊടുക്കുന്നത്. പക്ഷെ പിന്നീട് പിണറായി വിജയന്റെ വിടുതൽ ഹർജിയിൽ അത് കുറ്റവിമുക്തനാക്കുന്നു, പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുന്നു. അത് ഹൈക്കോടതിയും അംഗീകരിക്കുന്നു. ഇതിനെതിരെ CBI അപ്പീൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ആ കേസ് ഇങ്ങനെ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഏറെ വർഷം പിന്നിട്ട ശേഷമാണ് 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ഇതിലൊരു ECIR, അതായത് എൻഫോഴ്സ്മെന്റ് ഒരു റിപ്പോർട്ട്, FIRന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. അതിൽ ഈ കാര്യങ്ങളടക്കം സൂചിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു മൊഴി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കുന്നത്, അതിന്റെ തെളിവുകൾ പുറത്തു വന്നത്. പക്ഷേ അത് പിന്നീട് മടങ്ങിയതായാണ് വിവരം. അതിൽ പിന്നീട് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ കുറച്ചുപേരെ ചോദ്യം ചെയ്തിരുന്നു, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. അത് സാക്ഷികളാണ് ഈ കേസിലെ, പരാതിക്കാരുണ്ട്. അങ്ങനെ പലരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അത്തരം സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ആ ECIRൽ വിവരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. എന്തായാലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടല്ല മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചത് എന്നതാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അക്കാര്യം ED സ്ഥിരീകരിക്കുന്നുണ്ട്. മറിച്ച് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിളിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റവിമുക്തനാണ്. അത് നേരത്തെ ഹൈക്കോടതിയും അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ അതിനുശേഷം ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഒരു 4 വർഷം മുൻപ് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. ആ ECIR പ്രകാരമാണ് പിണറായി വിജയന്റെ മകനിലേക്ക് ED എത്താൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം 2023 നടത്തിയത്. പക്ഷേ ഇപ്പോൾ 2025 പിന്നീട് അതിൽ കാര്യമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. രാഗിൻ, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആദ്യം പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ ED സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട്. എന്തിനു വേണ്ടിയാണ് ED സമൻസ് എന്ന നിലയിൽ പലയിടത്തു നിന്നും പ്രതിപക്ഷ നിരയിൽ നിന്നുമൊക്കെ ആളുകൾ ഉയർത്തിയ സംശയം. പക്ഷെ അതിനുള്ള കൃത്യമായ ഉത്തരമാണിത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിന്റെ പ്രധാനിയായ ദിലീപ് രാഹുൽ പണം ചെലവഴിച്ചു എന്ന നിലയ്ക്കുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, മണി ലോണ്ടറിംഗ് അടക്കമുള്ള വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമൻസ് അയച്ചതെന്ന്. പക്ഷേ 2 വർഷം പിന്നിടുന്നു. ഈ സമൻസിന്റെ ഭാഗമായിട്ട് ഹാജരാകുകയോ മറ്റ് നടപടികളോ ഉണ്ടായിട്ടില്ല. EDയുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഒരു നോട്ടീസ് അയക്കുകയോ മറ്റു നടപടികളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പല വിധത്തിൽ ഒത്തുകളി ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതിനെയൊക്കെ പല വിധത്തിൽ സംശയിക്കാവുന്ന നില നിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ED ഈ ഒരൊറ്റ നോട്ടീസ് അയച്ചതിലൂടെ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു? അതിനുശേഷം മറ്റാരെങ്കിലും ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയോ നോട്ടീസ് അയക്കുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ വിവേക് കിരണിൽ മാത്രം ഒരു സമൻസ് അയച്ചതോടുകൂടി അവിടെ ഫുൾ സ്റ്റോപ്പ് ആയിരുന്നോ ഈ കേസിൽ? അതായത് 2020 ഇതിൽ കേസെടുക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 2021 ഇതുമായി ബന്ധപ്പെട്ട സമൻസ് ചിലർക്ക് അയച്ചു തുടങ്ങുന്നു. ആ ഘട്ടത്തിൽ SNC ലാവ്ലിൻ കമ്പനി ഇത്തരത്തിലുള്ള സമൻസ് അയക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കുന്ന ഒരു നീക്കം അവർ നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പലർക്കും ഇതിന്റെ വിറ്റ്നസ് ആയിട്ടുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ CBI കേസിൽ ഇതിന്റെ പെറ്റീഷണറായി നിന്നവരടക്കമുണ്ട്. അവർക്കൊക്കെ നോട്ടീസ് അയക്കുന്നു. ഈ ഘട്ടത്തിലാണ് അന്ന് ഈ ഇത്തരം കേസുകൾ, അതായത് സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ ഈ ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ ശക്തമായി വരുന്നു. അന്ന് ശിവശങ്കറിനെ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. ഇതിനിടയിലാണ് ഈ ECIR രജിസ്റ്റർ ചെയ്യപ്പെട്ട 2020 ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയക്കാൻ ED തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് സമൻസ് വിടുകയും ചെയ്യുന്നത്. പക്ഷേ അത് പിന്നീട് കൈപ്പറ്റിയില്ല. പിന്നീട് അതിൽ ഇപ്പോൾ നിലവിൽ അത് കാര്യമായ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണവും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ദിലീപ് രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഈ കരാർ നടക്കുന്ന ഘട്ടത്തിൽ അന്ന് ആ സമയത്ത് ഈ കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഈ ദിലീപ് രാഹുലിന്റെ സ്വന്തമായ ഒരു കമ്പനി ഉണ്ടായിരുന്നു. വിവിധ കമ്പനികളുടെയും ഡയറക്ടറാണ്. വിദേശത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. ആ വിവേക് രാഹുലിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ദിലീപ് രാഹുലിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ദിലീപ് രാഹുലിനാണ് ഇത്തരത്തിലുള്ള പണം കൈമാറിയതായി വിവരം വരുന്നത്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ആ മൊഴിയിൽ നിന്നുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഒരു കാര്യം, ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു സമൻസ് അയച്ചിരിക്കുന്നത്. അതിൽ ഈ വിവേക് കിരണിന് വിദ്യാഭ്യാസ ചെലവിനായി UK-ൽ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയിട്ടുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ക്രോസ് ചെക്ക് ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ആ സമൻസ് പോയത് എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി നിലവിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ കേസിൽ നിലവിൽ കുറ്റവിമുക്തനാണ്. അത് ഹൈക്കോടതി എന്ന് അനുവദിക്കുകയും ചെയ്തിരുന്നു. വിവേക് കിരണിന് പണം നൽകിയതുമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി പണം നൽകിയതാണെങ്കിൽ വിവേക് കിരണിൽ നിന്ന് മൊഴിയെടുത്താൽ അതിന്റെ കാര്യങ്ങൾ വ്യക്തത വന്നാൽ മാത്രമല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകണമോ അത് അവസാനിപ്പിക്കണമോ എന്നോ തീരുമാനിക്കേണ്ട. അദ്ദേഹം
ഹാജരാകാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ പല കേസുകളിലും രാഗിനും അറിയാവുന്നതാണ്, ഇ ഡി ഇടപെടുന്ന പല കേസുകളിലും നോട്ടീസ് നൽകുന്നു, ഹാജരാകുന്നില്ല, വീണ്ടും അടുത്ത ആഴ്ച ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് നൽകുന്നു, പിന്നീട് അവർ ഹാജരാകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ഒരു ഇദ്ദേഹത്തിന് കിട്ടിയ പണത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ അത് എന്തിനായിരുന്നു എന്ന് കൃത്യം അറിയണമെങ്കിൽ ഇദ്ദേഹം തന്നെ കാര്യങ്ങൾ ഇ ഡിക്ക് മുന്നിൽ വിശദമാക്കണ്ടേ. അപ്പോഴാണല്ലോ അത് ശരിയായ വഴിയാണോ തെറ്റായ വഴിയാണോ എന്ന് തീരുമാനിച്ച് ആ അന്വേഷണം അവസാനിപ്പിക്കണമോ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതുണ്ടാവാതെ പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഒരു നോട്ടീസ് അയക്കലുണ്ടായില്ല, വീണ്ടും ഒരു അന്വേഷണം ഉണ്ടായില്ല? ഈ 2 വർഷം പിന്നിടുമ്പോഴും പല കേസുകളും ഇ ഡി വളരെ സജീവമായി നോട്ടീസ് അയക്കുകയും ഇടപെടുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഒരു കേസിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അറിഞ്ഞോ അറിയാതെയുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് സംഭവിച്ചിരിക്കുന്നു? ദിവേഷ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിച്ചപ്പോഴും ഇ ഡി വൃത്തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ആ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം സ്വർണ്ണക്കടത്ത് കേസ് വരുന്നു. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ആദ്യം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ലൈഫ് മിഷൻ വരുന്നു, ഡോളർ കടത്ത് കേസ് വരുന്നു, അങ്ങനെ വിവിധ കേസുകൾ വരുന്നു. അത് പിന്നീട് വീണ്ടും ശക്തമാകുന്നു. ആ ഘട്ടത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആ കാലയളവിലാണ് ഇത്തരത്തിലൊരു നോട്ടീസ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. പക്ഷേ അത് ലൈഫ് മിഷനായിട്ടായിരുന്നില്ല, മറിച്ച് ഈ 2020 കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ തുടക്കഘട്ടത്തിൽ പലരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങളും ഇ ഡിക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ ചോദിച്ചതുപോലെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടികളുമില്ല. അതിന് ഈ ഇ ഡിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും മറുപടി നൽകേണ്ടതുമാണ്. എന്തായാലും 2020 ഒരു കേസെടുത്തു. കാരണം ഇത് 2007 CBI രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 2009 കുറ്റപത്രം കൊടുക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അന്ന് ഈ ECIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ECIR രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അന്ന് സ്വാഭാവികമായി ഉയർന്നിരുന്നെങ്കിലും അതിനുശേഷം പിന്നീടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ കാര്യമായ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. അന്ന് അങ്ങനെ ഒരു നോട്ടീസ് പോയിരുന്നു, പക്ഷെ അത് കൈപ്പറ്റിയില്ല, അത് മടങ്ങി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം പിന്നീടുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് രാഹുലൻ, അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അത്തരം ചില നടപടികൾ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിവേക് കിരണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വസ്തുത. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇ ഡിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്.